പ്രൊപ്പോസിഷണൽ കാൽക്കുലസില് നമ്മൾ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഇത് നോട്ട്സ് ഞാൻ ഇട്ട് തന്നോളാം. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ എക്സാമിന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ട് ഏത് ബ്ലോക്ക് ആണെന്നും പറയാം. പ്രൊപ്പോസിഷൻസ് ചെയ്യുമ്പം പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് സെന്റൻസ് ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ്, ഇന്റർഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി ഒക്കെ. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന്റെ ആൻസർ ആയിട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെ ഫോൾസ് ആയിരിക്കണം. ക്വസ്റ്റ്യനിങ്ങോ എക്സ്ക്ലമേറ്ററി ഒന്നുമല്ല. ആൻസർ ഒന്നുകിൽ ട്രൂ അല്ലെ ഫോൾസ് വരുന്ന ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിട്ട് വരുന്ന ഗ്രൂപ്പാണ് പ്രൊപ്പോസിഷൻസ്, അല്ലെങ്കിൽ അതാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. ഒന്നുകിൽ ട്രൂ ആകാം അല്ലെ ഫോൾസ് ആകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ, ചെന്നൈ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പം ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. 2 + 2 = 5. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആൻസർ തെറ്റാണ്. അപ്പൊ അവിടെ അത് ഫോൾസ് ആണ് വരിക. അപ്പൊ ഏതൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും അതിന്റെ ആൻസർ ആയിട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വരണം. അതാണ് പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷൻസ് എപ്പോഴും PQR അങ്ങനെ ഏതെങ്കിലും വേരിയബിൾസിലാണ് പ്രൊപ്പോസിഷൻസ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതെ, ഇത് ഒരു പ്രൊപ്പോസിഷൻ PQ. ഈ പ്രൊപ്പോസിഷനില് ഈ കിട്ടുന്ന ആൻസർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇതിന്റെ പേരാണ് ട്രൂത്ത് വാല്യൂസ്. ട്രൂത്ത് വാല്യൂസ്. അപ്പൊ ഒരു പ്രൊപ്പോസിഷന് രണ്ട് ആൻസർ ഏതേലും ഒന്ന് വരാം, ഒന്നുകിൽ ട്രൂ അല്ലെ ഫോൾസ്. ഇതാണ് ട്രൂത്ത് വാല്യൂസ്. ഈ പ്രൊപ്പോസിഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറെ അധികം കണക്റ്റീവ്സ് ഉണ്ട്. ഈ കണക്റ്റീവ്സ് ആണ് ആൻഡ്, ഇതാണ് ആൻഡ്, ഓർ, ഇഫ് ദെൻ, ഇതാണ് ഇഫ് ദെൻ, ഇഫ് ആൻഡ് ഒൺലി ഇഫ്, നെഗേഷൻ. ഇങ്ങനെ കുറെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറെ കണക്റ്റീവ്സിന്റെ ട്രൂത്ത് ടേബിളും അതിന്റെ കുറച്ച് പ്രോബ്ലംസും ആണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്സ്, ആ കണക്റ്റീവ്സിൽ ഫസ്റ്റ് നോക്കുന്നത് ആൻഡ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ ആണ് അതിന്റെ വേറൊരു പേര്. ഒന്നാമത് പഠിക്കുന്നത് കൺജങ്ഷൻ. കൺജങ്ഷൻ ആൻഡ് ഇങ്ങനെ കൊടുക്കാം, അതല്ല ഈ ഗ്രൂപ്പ് കൊടുക്കാം. ഇതെല്ലാം ആൻഡ് ആണ്, കൺജങ്ഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് P, മറ്റേ സ്റ്റേറ്റ്മെന്റ് Q, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന P ആൻഡ് Q എന്ന് പറയുമ്പം രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആകാം. ആൻഡ് കണക്ട് ചെയ്യുമ്പം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആകത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ആൻസർ ട്രൂ, ബാക്കിയുള്ളതെല്ലാം ഫോൾസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളില് ആൻഡ് കണക്ട് ചെയ്യുമ്പം ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും ആണ്. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ ഫോൾസ് ആണ്. അപ്പൊ കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ് ചെയ്യുമ്പം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ആൻസർ ട്രൂ. രണ്ടാമത് അടുത്ത ട്രൂത്ത് ടേബിൾ പഠിക്കുന്നത് ഡിസ്ജങ്ഷൻ. അതിന്റെ വേറൊരു പേരാണ് ഓർ. അത് കൊടുക്കുന്ന സിമ്പലാണ് ഇത്.
ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ ഓർ. അപ്പൊ ഡിസ്ജങ്ഷനകത്ത് ഇതേപോലെ തന്നെ ഇതിന്റെ പേര് പഠിക്കുന്നതിന്റെ പേരാണ് ട്രൂത്ത് ടേബിൾസ്. അപ്പൊ പി ക്യൂ പി ഓർ ക്യൂ. ഓർ വരുമ്പം ഇതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആകാം. ഓർ വരുമ്പം എനി വൺ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസർ ട്രൂ. അപ്പൊ പി ഓർ ക്യൂ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞേ. പി ഓർ ക്യൂ. മൈക്ക് ഓൺ ചെയ്യണം, ആൻസർ പറയണം. പി ഓർ ക്യൂ പറഞ്ഞേ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണ്, ആൻസർ ട്രൂ ആണ്. ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കും പറയാം, തെറ്റുവാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. നമുക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ ക്ലാസ് മുന്നോട്ട് പോകത്തുള്ളൂ. ആൻസർ പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും. പറയും. ആദർശ് പറഞ്ഞേ. ആദർശ്. ആർച്ച ആൻസർ ഓർക്കുന്നുണ്ടോ? ആർച്ച മൈക്ക് ഓൺ ചെയ്തേ. മിസ് ഞാൻ ഇപ്പൊ ജസ്റ്റ് ജോയിൻ പറഞ്ഞടാ, ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ട്രൂ. ഫോൾസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ഓർ വന്നാൽ ഫൈനൽ ആൻസർ ട്രൂ ആണ്. ആരേലും ഒക്കെ ഒന്ന് പറഞ്ഞേ. അടുത്തത് ട്രൂ ഫോൾസ് വന്ന അവിനാശ് ആൻസർ പറയുന്നുണ്ടോ? അവിനാശ് മൈക്ക് ഓഫ് ചെയ്യൂ. ശരിയാ, കറക്റ്റ്. അപ്പൊ ഇത് ട്രൂ ട്രൂ ഫോൾസ് കറക്റ്റ്. അപ്പം രണ്ട് കണക്റ്റീവ്സ് പഠിച്ചു, ഡിസ്ജങ്ഷനും കൺജങ്ഷനും. ഇതിൽ ഏതെങ്കിലും രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ വരുന്നത് കൺജങ്ഷൻ, എനി വൺ ട്രൂ വന്നാൽ ഡിസ്ജങ്ഷൻ ആണ്. ഇത് രണ്ടും കണക്റ്റീവ്സിലെ മെയിൻ ആയിട്ടുള്ളതാണ്. അടുത്ത കണക്റ്റീവ് ആണ് ഇഫ് ദെൻ. ഇഫ് ദെൻ മൂന്നാമത്തെ കണക്റ്റീവ് ഇഫ് ദെൻ. ഇഫ് ദെന്നിന്റെ വേറെ പേരാണ് കണ്ടീഷണൽ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ എന്ന് പറയും. കണ്ടീഷണൽ. ഇഫ് ദെൻ വരുമ്പം ഈ ഗ്രൂപ്പില് ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ 4 റോയേ ഉള്ളൂ, പിയും ക്യൂവും. പി കണ്ടീഷണൽ ക്യൂ. ഇതാണ് ഇഫ് പി ദെൻ ക്യൂ എന്നാണ്. ഇഫ് പി ദെൻ ക്യൂ. അപ്പൊ ഇതില് രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. ഇതില് ഒരേ ഒരു കാര്യം വരുമ്പോ മാത്രമേ ഇതിൽ ഫോൾസ് വരുവുള്ളൂ. ട്രൂവും ഫോൾസും വരുമ്പോ മാത്രം ഫോൾസ്. ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും. ഇപ്പൊ നമ്മൾ രണ്ടാമത് പഠിച്ചതുപോലെ ടി എഫ് എഫ് ടി അവിടെ ഒന്ന് തന്നെയാണ്. എനി വൺ ട്രൂ വന്നാൽ ആൻസർ ട്രൂ ആണ്. പക്ഷെ കണ്ടീഷണൽ ചെയ്യുമ്പം ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വന്നാൽ അത് മസ്റ്റ് ആയിട്ട് ഫോൾസ്, ബാക്കിയുള്ളതെല്ലാം ട്രൂ ആണ്. ഇഫ് പി ദെൻ ക്യൂ. ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. മെയിൻ ആയിട്ട് അടുത്തത് ബൈ കണ്ടീഷണൽ അല്ലെ ഇഫ് ആൻഡ് ഒൺലി ഇഫ്. ബൈ കണ്ടീഷണൽ എന്ന് പറയും. ബൈ കണ്ടീഷണൽ. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റില് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക്, അതാണ് ബൈ കണ്ടീഷണൽ അല്ലെ ഇഫ് ആൻഡ് ഒൺലി ഇഫ്. ഈ കേസില് പി ക്യൂ, പി ബൈ കണ്ടീഷണൽ ക്യൂ. ഇതില് രണ്ടും ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, രണ്ടും ഫോൾസ് വരുമ്പം
രണ്ട് സ്റ്റേറ്റ്മെന്റും സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ. രണ്ടും സെയിം ആണെങ്കിൽ ട്രൂ. പറഞ്ഞ ആൻസർ രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ ആ. മൈക്ക് ഓൺ ചെയ്ത് പറയണേ. പറ ആൻസർ പറയേ. രണ്ട് സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ ആ. ഫസ്റ്റ് വൺ ട്രൂ. ആ കറക്റ്റ്. പിന്നെ സെക്കൻഡ് വൺ ഫോൾസ്. ഫോൾസ്. തേർഡ് വൺ ഫോൾസ്. ഫോൾസ്. ലാസ്റ്റ് ഫോൾസ്. ലാസ്റ്റ് ട്രൂ. രണ്ടും സെയിം വന്നാൽ ആൻസർ ട്രൂ. അപ്പൊ രണ്ട് ഫോൾസ് വന്നാലും ട്രൂ, രണ്ടും ട്രൂ വന്നാലും ട്രൂ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 4 കണക്റ്റീവ്സ്. ഒരെണ്ണം കൂടിയുണ്ട്, നെഗേഷൻ. നെഗേഷൻ നെഗേഷൻ എന്ന് പറയുമ്പം ഈ സിമ്പലില് ഏത് വേണേലും നെഗേഷനെ കണക്ട് ചെയ്യാം. ഓപ്പോസിറ്റ് എന്നാണ്. ട്രൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ. ഇതാണ് നെഗേഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ട് പഠിക്കുന്ന കണക്റ്റീവ്സ്. കണ്ടീഷണൽ, ബൈകണ്ടീഷണൽ, നെഗേഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ. ഇത്രയും ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത്രയും മെയിൻ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പറയാം. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ നെഗേഷൻ പി ആൻഡ് ക്യൂ. ക്യാപിറ്റൽ ലെറ്ററിലും സിമ്പൽ ഡിനോട്ട് ചെയ്യാം. ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യണം, നെഗേഷൻ പി ആൻഡ് ക്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യുമ്പം രണ്ട് വേരിയബിൾ ആണ് പിയും ക്യൂവും. പിന്നെ ഇതിനകത്തുള്ളത് നെഗേഷൻ പി ഉണ്ട്, നെഗേഷൻ പി ആൻഡ് ക്യൂ. ഈ കേസില് 4 റോയേ ഉള്ളൂ. രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. ഈ തേർഡ് കോളം ഫില്ല് ചെയ്യുന്നത് ഫസ്റ്റിന്റെ നെഗേഷൻ. 7 പോലെ എഴുതുന്നത് നെഗേഷൻ ആണ്. ഫസ്റ്റിന്റെ നെഗേഷൻ. ഫസ്റ്റ് ട്രൂ ആണ്, തിരിച്ച് ഫോൾസ് എഴുതണം. അപ്പം ഈ കേസില് ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ. ഫസ്റ്റ് കോളത്തിന്റെ ഓപ്പോസിറ്റ് ആണ് തേർഡ് കോളം. ലാസ്റ്റ് കോളം എഴുതിയേക്കുന്ന നെഗേഷൻ പിയും ക്യൂവും കൂടി ആൻഡ് എഴുതണം. നെഗേഷൻ പിയും ക്യൂവും കൂടി ആൻഡ് ഓർക്കണം. രണ്ടും ട്രൂ വന്നാൽ മാത്രമേ ആൻസർ ട്രൂ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഫോൾസ് ആണ്. നെഗേഷൻ പി ആൻഡ് ക്യൂ, നെഗേഷൻ പിയും ക്യൂവും കൂടി. ഈ രണ്ട് സെക്കൻഡ് കോളവും തേർഡ് കോളവും കൂടി നോക്കി പറഞ്ഞ് ആൻഡ് വരുമ്പം രണ്ടും ട്രൂ വരുന്നിടത്ത് മാത്രമേ ട്രൂ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഫോൾസ് ആണ്. തേർഡും സെക്കൻഡും കൂടെ നോക്കി പറ. നെഗേഷൻ പി ആൻഡ് ക്യൂ. ആൻസർ പറയുന്നല്ലേ മുന്നോട്ട് പോകത്തില്ല. ആൻസർ പറ. സെക്കൻഡും തേർഡും കൂടെ ആൻഡ് വരുമ്പോ എങ്ങനെയാണെന്ന് നോക്കണം. ഞാൻ വീണ്ടും പറയുന്നു, രണ്ടും ട്രൂ വന്നാൽ മാത്രമേ ആൻസർ ട്രൂ ആകത്തുള്ളൂ ആൻഡില്. ഇത് രണ്ടും കൂടെ നോക്കി പറഞ്ഞേ. ഫസ്റ്റ് വൺ ട്രൂ അല്ലേ? ട്രൂ. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിയേ. നെഗേഷൻ പിയും ക്യൂവും കൂടി നോക്കുമ്പോൾ ട്രൂവും ഫോൾസുവാ. ഈ സിമ്പല് വരുമ്പം രണ്ടു വാല്യൂം ട്രൂ വന്നാൽ മാത്രമേ ആൻസർ ട്രൂ ആകത്തുള്ളൂ. അപ്പൊ ഇത് ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും ആണ്. അപ്പൊ അവിടെ ആൻസർ എന്ത് വരും? ഫോൾസ്. ഫോൾസ്. കറക്റ്റ്. അടുത്തത് ഫോൾസും ഫോൾസും. ഫോൾസ്. രണ്ടും ട്രൂ വരുമ്പം ട്രൂ, ഫോൾസും ട്രൂവും വരുമ്പം ഫോൾസ്. ഓക്കെ. അപ്പം ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. ട്രൂത്ത് ടേബിൾ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി. വേറൊരു ക്വസ്റ്റ്യൻ.
P or Q or negation P. ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യണം. P or Q or negation P. P or Q or negation P. P, Q, ഇത് നോക്കണം. ഈ ബ്രാക്കറ്റിനകത്തുള്ളതെല്ലാം നോക്കണം. P or Q വേണം, നെഗേഷൻ P വേണം. ഇതിനകത്തുള്ളത് ഓരോന്നും ബ്രാക്കറ്റിനകത്തുണ്ട്, അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണം. P or Q or negation P. P or Q or negation P. ഇത്രയും കോളം ഫില്ല് ചെയ്യണം. രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. ഓറ് പറഞ്ഞ് ഓറ് സ്പീഡി പറയണേ, അല്ലെ നമുക്ക് വളരെ സ്ലോ ആയി പോകും. സ്പീഡി പറയും. ഓറ് പറ, ഓറ്. P or Q. ട്രൂ അല്ലേ? ട്രൂ. ഫില്ല് ബാക്കി പറ. ശരിയാ പറഞ്ഞത്, ബാക്കി. ഏതെങ്കിലും ഓറിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാ പോലെ. ഉത്തരം ട്രൂ. ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നാൽ ആൻസർ ട്രൂ. സെക്കൻഡ് വൺ ട്രൂ അല്ലേ? കറക്റ്റ്. തേർഡ് വൺ ട്രൂ. ട്രൂ. ലാസ്റ്റ് ഫോൾസ്. നെഗേഷൻ P എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ. ഇനി ലാസ്റ്റ് കോളം നോക്കേണ്ടത് P or Qവും നെഗേഷൻ Pയുടെ. ഈ തേർഡും ഫോർത്തൂടെ കോളം P or Q or നെഗേഷൻ P. ഇതിന്റെ രണ്ടിന്റെ ഓറ് നോക്കണം. P or Qവും നെഗേഷൻ Pയുടെ ഓറ്. ഓർ എന്ന് പറയുമ്പോ എനി വൺ ട്രൂ വന്നാൽ ആൻസർ ട്രൂ. ട്രൂ ഓർ ഫോൾസ് ട്രൂ, ട്രൂ ഓർ ഫോൾസ് ട്രൂ, ഇത് ട്രൂ, ഇത് ട്രൂ. അപ്പൊ ഫൈനൽ ആൻസർ ഫുള്ള് ട്രൂ ആണ്. ഫൈനൽ ആൻസർ ഫുള്ള് ട്രൂ ആണ്. അതിന്റെ പേരാണ് ടോട്ടോളജി. ടോട്ടോളജി. എല്ലാ ആൻസറും ട്രൂ വന്നാൽ അത് ടോട്ടോളജി. എല്ലാ ആൻസറും മൊത്തം ഓൾ എൻട്രീസ്, എല്ലാ വാല്യൂസും ഫൈനലിൽ ട്രൂ വന്നാൽ ആൻസർ ടോട്ടോളജി. എല്ലാ ആൻസറും ഫോൾസ് വന്നാൽ ആൻസർ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ. ഓൾ എൻട്രീസ് ആർ ഫോൾസ്. ഏതെങ്കിലും ഒന്ന് ഫോൾസും ബാക്കിയുള്ളതെല്ലാം ട്രൂ വന്നാൽ, ഏതേലും ഒന്ന് ഫോൾസും ബാക്കിയുള്ള എല്ലാം ട്രൂ വന്നാൽ അതിന്റെ പേരാണ് ഫെല്ലാസി. ഫെല്ലാസി. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പഠിപ്പിച്ച് വിടുന്ന പോർഷൻസ് ഞാൻ പറയും, അന്നേരം നിങ്ങൾ അത് നോക്കുക. ഫെല്ലാസി എന്ന് പറഞ്ഞാൽ എനി വൺ എൻട്രി ഈസ് ഫോൾസ്. എനി വൺ എൻട്രി ഈസ് ഫോൾസ്. ബാക്കിയെല്ലാം ട്രൂ ആയിരിക്കണം. അതാണ് ഫെല്ലാസി. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ ടോട്ടോളജി, അല്ലെ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാ ആൻസറും ട്രൂ വന്നാൽ ടോട്ടോളജിയും എല്ലാം ഫോൾസ് വന്നാൽ അത് കോൺട്രഡിക്ഷനുമാണ്. ഒരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് P or negation P is a tautology. P or negation P is a tautology. പ്രൂവ് ചെയ്യണം. P or negation P is a tautology. P or negation P. P എന്ന് പറയുന്ന ഒരു വേരിയബിൾ. നെഗേഷൻ P അതിന്റെ നെഗേഷൻ. P or negation P. ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ. ഇത് രണ്ടുമേ വരുവുള്ളൂ. ഓറ് വന്നാൽ എനി വൺ എൻട്രി ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആണ്. ഇത് ട്രൂ, ഇത് ട്രൂ. അപ്പൊ എല്ലാ ആൻസറും ട്രൂ ആയതുകൊണ്ട് അത് ടോട്ടോളജി ആണ്. ടോട്ടോളജി. ഇത്ര ഇതിലെ ഡൗട്ട്സ് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേ.
എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? പറഞ്ഞ അരമണിക്കൂർ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ എന്നോടൊന്ന് ചോദിക്കാമോ? നിങ്ങക്ക് ഒരു ഡൗട്ട്സും ഇല്ല എങ്കിൽ അടുത്തതിലോട്ട് പോട്ടെ. ദേവി എന്തേലും ഡൗട്ട്സ് ഉണ്ടോ? ദേവി മൈക്ക് ഓൺ ചെയ്തേ. ആ ഓക്കെ. അപ്പൊ അടുത്തത് ഇത് ട്രൂത്ത് ടേബിൾസിന്റെ ക്വസ്റ്റ്യൻസ് അതേപോലെയാണ് വരിക. അടുത്തത് ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഷോ ദാറ്റ് ദി ലോജിക്കൽ ഇക്വലൻസ് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ഇക്വലന്റ്. ഇക്വലന്റിന്റെ സിമ്പല് രണ്ട് വര കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം, അല്ലെങ്കിൽ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു ഇട്ടിട്ട് മേളിൽ ഒരു കുനിപ്പ് വേണേലും കൊടുക്കാം. ഇത് ഇക്വലന്റ് ആണ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. ഇവിടെ ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാം. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്. ഈ നെഗേഷൻ അകത്തോട്ട് കൊടുക്കുമ്പം നെഗേഷൻ പി ആൻഡിന്റെ ഓപ്പോസിറ്റ് ഓർ ആണ് നെഗേഷൻ ക്യൂ. അതുപോലെ ഇതും നെഗേഷൻ പി ഓറിന്റെ ഓപ്പോസിറ്റ് ആൻഡ് ആണ് നെഗേഷൻ ക്യൂ. ഈ ലോയുടെ പേരാണ് ഡി മോർഗൻസ് ലോ. സെറ്റിനകത്ത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള കേസാണ്. അത് കോംപ്ലിമെന്റ് ഇട്ട് വരും, ഇത് നെഗേഷൻ ഇട്ട് വരുമെന്നേ ഉള്ളൂ. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ അല്ലെ ഇക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പം രണ്ട് പാർട്ടാണ്. ഈ രണ്ട് പാർട്ടും ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടണം. കറസ്പോണ്ടിങ് വേരിയബിൾ വാല്യൂസ് ഇവിടെ ട്രൂ ആണെങ്കിൽ റൈറ്റ് സൈഡിലും ട്രൂ ആയിരിക്കണം. അപ്പൊ ഇതില് ഇക്വലൻസ് നോക്കുമ്പം ഫസ്റ്റ് ചെയ്യുമ്പം പി വേണം, ക്യൂ വേണം, പി ആൻഡ് ക്യൂ വേണം, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. ഇത്രയും ചെയ്യുമ്പോ ലെഫ്റ്റ് സൈഡായി. LHS ചെയ്തു, LHS ചെയ്തു. നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇതാണ് റൈറ്റ് സൈഡ്, അതാണ് RHS. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ചെയ്യുമ്പം രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. നിങ്ങൾ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂ. ക്ലാസ്സിലുള്ള കുട്ടികൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ആൻസർ പറയണം. നമ്മുടെ ക്ലാസ്സുകളിൽ നല്ല റെസ്പോണ്ട് ഉള്ള കുട്ടികൾ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പി ആൻഡ് ക്യൂ പറഞ്ഞേ. ഫസ്റ്റ് വൺ ട്രൂ. ബാക്കി അങ്ങോട്ടോ? ആൻഡ് വരുമ്പോ സെക്കൻഡ് ഫോൾസ് അല്ലേ? ഫോൾസ്. തേർഡ് വണ്ണും ഫോൾസ് അല്ലേ? കറക്റ്റ്. ഫോൾസും ഫോൾസും വരുമ്പോ ഫോൾസ് തന്നെയാണോ? ആ ഫോൾസ് തന്നെ.
ഫോൾസ് തന്നെ. ആൻഡ് വരുമ്പം രണ്ടും ട്രൂ വരുമ്പം മാത്രമേ ട്രൂ ഉള്ളൂ. കറക്റ്റ്. ഇനി ഈ കോളം ഫില്ല് ചെയ്യുന്നത് ഈ തേർഡിന്റെ ഓപ്പോസിറ്റ്. ഫോൾസ് ട്രൂ 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 അല്ലേ? ആ കറക്റ്റ്. ഫോൾസ് ട്രൂ ട്രൂ ട്രൂ. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയി. ഇനി റൈറ്റ് സൈഡ്. ആ പിയുടെ ഓപ്പോസിറ്റ് അല്ലേ? ഫോൾസ് പിയുടെ ഓപ്പോസിറ്റ്. ഫോൾസ് ഫോൾസ് ട്രൂ ട്രൂ. ആ ഇനി ക്യൂവിന്റെ പറ. അതിന്റെ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ് ഓപ്പോസിറ്റ്. ഫോൾസ് ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ. ഈ രണ്ട് കോളവും കൂടി ഓറിട്ട് പറയണം. ഈ രണ്ട് കോളം ഓറ് ഇവിടെ ഈ ലാസ്റ്റത്തെ രണ്ടും കൂടെ ഓറ് വരുമ്പോ എനി വൺ ട്രൂ വന്നാൽ ട്രൂ ആയി. ഓർ വരുമ്പോ ഫോൾസും വരുമ്പോ ട്രൂ അല്ലേ? അല്ല, അത് നമ്മള് ബൈ കണ്ടീഷണലാണ്. രണ്ട് സെയിം വന്നാൽ ട്രൂ. ഓർ വരുമ്പോ എനി വൺ ട്രൂ ആണ്. അപ്പൊ ഇത് ഫോൾസ് ട്രൂ ട്രൂ ട്രൂ. ആ അപ്പൊ അങ്ങനെ നോക്കുമ്പം ലെഫ്റ്റ് സൈഡിന്റെ അതേ വാല്യൂ തന്നെ റൈറ്റ് സൈഡിലും വന്നാൽ, LHSലെ അതേ വാല്യൂ തന്നെ RHSലും വന്നാൽ അത് ഇക്വലന്റ് ആണ്. അപ്പൊ ഇവിടെ ഫോൾസ് ട്രൂ ട്രൂ ട്രൂ, ഫോൾസ് ട്രൂ ട്രൂ ട്രൂ. അപ്പൊ കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ ഫോൾസ് ആണ്, അവിടെയും ഫോൾസ് ആകണം. അപ്പൊ LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ അത് ഇക്വലന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് എടുത്ത് എഴുതണം. രണ്ടാമത്തെ നിങ്ങൾ തനിയെ ചെയ്തു നോക്കണം. ഇതേപോലെ തന്നെ P ഓർ Q കാണണം. ഓപ്പോസിറ്റ് കാണുമ്പോ ലെഫ്റ്റ് സൈഡ്. നെഗേഷൻ P നെഗേഷൻ Q കണ്ടിട്ട് അത് ആൻഡ് എടുക്കുമ്പോ റൈറ്റ് സൈഡ്. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെങ്കിൽ അതാണ് ലോജിക്കൽ ഇക്വലൻസ് അല്ലെ ഇക്വലന്റ് എന്ന് പറയാം. വേറൊരു ക്വസ്റ്റ്യൻ പറയാം. രണ്ടാമത്തെ ചെയ്ത് നോക്കണം. ഷോ ദാറ്റ് ദി പ്രൊപ്പോസിഷൻസ് ആർ ലോജിക്കലി ഇക്വലന്റ്. ദി പ്രൊപ്പോസിഷൻസ് ആർ ലോജിക്കലി ഇക്വലന്റ്. ലോജിക്കലി ഇക്വലന്റ്. ലോജിക്കലി ഇക്വലന്റ് P കണ്ടീഷണൽ Q ആൻഡ് നെഗേഷൻ P ഓർ Q. ചെയ്തേ. ടേബിളില് P കണ്ടീഷണൽ Q ചെയ്യണം, നെഗേഷൻ P ഓർ Q ചെയ്യണം. രണ്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. P Q. P കണ്ടീഷണൽ Q അതാണ് ഒരു സൈഡ്, അതാണ് ലെഫ്റ്റ് സൈഡ്. നെഗേഷൻ P ഓർ Q അത് റൈറ്റ് സൈഡ് RHS. LHSഉം RHSഉം ഈക്വൽ ആണെന്ന് കിട്ടണം. രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. കണ്ടീഷണൽ പറയുമ്പോൾ ഓർക്കണം, P കണ്ടീഷണൽ Q ആകുമ്പം ട്രൂവും ഫോൾസും വരുന്നിടത്ത് മാത്രമേ ഫോൾസ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലായിടവും ട്രൂ ആണ്. TF വരുന്നിടത്ത് മാത്രം F, ബാക്കിയെല്ലാം ട്രൂ. നെഗേഷൻ P എന്ന് പറഞ്ഞാൽ ഫോൾസ് ഫോൾസ് ട്രൂ ട്രൂ. നെഗേഷൻ P ഓർ Q ഇത് രണ്ടും കൂടെ, ഈ രണ്ട് കോളവും കൂടി ഓർ പറയുമ്പം ഫോൾസ് ഓർ ട്രൂ ട്രൂ. ഫോൾസും വന്നാല് ട്രൂ, ഫോൾസും വന്നാൽ ട്രൂ. പിന്നെ ട്രൂവും ട്രൂടെ വന്നാല് ട്രൂവും ഫോൾസൂടെ വന്നാൽ ട്രൂ. അപ്പൊ ഇവിടെ TF TT രണ്ടും സെയിം ആണ്. അപ്പൊ LHS ഈസ് ഈക്വൽ ടു RHS. ഇറ്റ് ഈസ് ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയാം. ലോജിക്കലി ഇക്വലന്റ്. അടുത്തത് verify that. അടുത്ത ക്വസ്റ്റ്യൻ, verify that P and Q and negation P is a contradiction. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആണ്. is a contradiction.
കോൺട്രഡിക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫൈനൽ റിസൾട്ട് എല്ലാം ഫോൾസ് ആണെന്ന് കിട്ടണം. ചെയ്തേ. തനിയെ ചെയ്യണേ. 3 കോളം വരയ്ക്ക്. ഹലോ പറ. മിസ്, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രജിസ്റ്റർ ഡേറ്റ് പറഞ്ഞോ, എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. എന്താ പറഞ്ഞ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, അതിന്റെ ബേസിക് ഒന്ന് പറയാമോ? ഈ ആദ്യത്തെ ഓർഡർ ഇനി അതിന്റെ സമയമില്ല, നമ്മുടെ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി അത് നമുക്ക് വേറെ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അതെ, ഇനി വേറെ എപ്പോഴായാലും ഫ്രീ ടൈമിൽ ഞാൻ എടുത്തു തരാം. ഇപ്പം എന്റെ ബാക്കി ക്ലാസ്സിലുള്ളവർ പറഞ്ഞ ആൻസർ. മൈക്ക് ഓഫ് ചെയ്തേ, മൈക്ക് ഓഫ് ചെയ്തേ. ക്ലാസ്സിലുള്ളവർ ആൻസർ പറഞ്ഞേ. ക്ലാസ്സിൽ ആദ്യം തൊട്ടുള്ളവര്. പി കോളം നോക്കണം. പി, ക്യൂ, നെഗേഷൻ പി. ഈ 3 കോളം ഫില്ല് ചെയ്ത് ട്രൂ വരാം, ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. നെഗേഷൻ പി പറ. നെഗേഷൻ പി. നെഗേഷൻ പി. ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ. 3 ഒരേപോലെ വന്നാൽ 1ഉം 2ഉം കൂടെ ചെയ്ത് 3ഉമായിട്ട് കണക്ട് ചെയ്യാം. 2ഉം 3ഉം ചെയ്തിട്ട് 1ഉമായിട്ട് കണക്ട് ചെയ്യാം. എങ്ങനെ വേണേലും എഴുതാം. പി ആൻഡ് ക്യൂ ചെയ്യുമ്പം പി ആൻഡ് ക്യൂ, പിയും ക്യൂയുടെ ആൻഡ്, പി ആൻഡ് ക്യൂ. രണ്ടും ട്രൂ വരുമ്പം ട്രൂ, ട്രൂ ഫോൾസ് വരുമ്പോഴും ട്രൂ. ആൻഡ് ആണ്. ആൻഡ് ആകുമ്പം ഫോൾസ്. രണ്ടും ട്രൂ വരുമ്പം മാത്രം ട്രൂ. ഇത് ഫോൾസ്, ഫോൾസ്. പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ പി. പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ പി. പി ആൻഡ് ക്യൂ ആൻഡ് ചേർത്ത്. ക്യൂ നെഗേഷൻ പിയും കൂടി ആൻഡ്. പി ആൻഡ് ക്യൂ നെഗേഷൻ പിയുടെ ആൻഡ് ചേർത്ത് പറഞ്ഞ്. പി ആൻഡ് ക്യൂ നെഗേഷൻ പി. രണ്ടൂടെ ആൻഡ്. തേർഡും സെക്കൻഡും കോളം. ഫസ്റ്റ് വൺ ഫോൾസ് അല്ലേ? ഫോൾസ്, ഫോൾസ്, ഫോൾസും ഫോൾസും. ഫോൾസ്, ഫോൾസും ട്രൂ, ഫോൾസ്, ഫോൾസും ട്രൂ, ഫോൾസ്. എല്ലാ ആൻസറും ഫോൾസ് ആണെങ്കിൽ അതിന്റെ പേരാണ് കോൺട്രഡിക്ഷൻ. ഇതാണ് കോൺട്രഡിക്ഷൻ. അപ്പൊ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് പ്രൊപ്പോസിഷൻ അല്ലെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതായത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഒന്നുകിൽ ട്രൂ അല്ലെ ഫോൾസ് ആൻസർ വരുന്ന ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. കണക്റ്റീവ്സ് മെയിൻ ആയിട്ട് ആൻഡ്, ഓർ, കണ്ടീഷണൽ, ബൈ കണ്ടീഷണൽ, നെഗേഷൻ ഇത്രയും ചേർത്തുള്ള ട്രൂത്ത് ടേബിൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾസ് ഫോം ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അതില് ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ ആൻസറും ട്രൂ ആയിരിക്കണം. ഫൈനല് എല്ലാ ആൻസറും ഫോൾസ് ആണ്, അത് കോൺട്രഡിക്ഷൻ ആണ്. ഒരെണ്ണം ഫോൾസും ബാക്കിയുള്ള എല്ലാം ട്രൂ വന്നാൽ അതാണ് ഫെല്ലാസി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ ഇക്വലൻസ് നോക്കി. ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ
ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിട്ടുള്ളതാണ് ലോജിക്കൽ ഇക്വലൻസ്. അതാണ് ഇക്വലന്റ്, ലോജിക്കലി ഇക്വലന്റ്. പിന്നെ ഇത്രയാണ് ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ്. പിന്നെ അടുത്ത അതിന്റെ യൂണിറ്റില് അടുത്ത യൂണിറ്റ് 2 മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആണ്. യൂണിറ്റ് 2 തന്നെ മെത്തേഡ്സ് ഓഫ് പ്രൂഫ്. മെത്തേഡ്സ് ഓഫ് പ്രൂഫില് നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരുപാട് മെത്തേഡ്സില് ആൻസറുകൾ കാണാറുണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നേരിട്ട് ആൻസർ കാണുന്നത് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, കോൺട്രഡിക്ഷൻ മെത്തേഡ്, കോൺട്രാപോസിറ്റീവ് മെത്തേഡ്, ഇൻവേഴ്സ് മെത്തേഡ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് നമ്മൾ ആദ്യം പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡാണ്. നിങ്ങൾ ചെറിയ +1 +2 പഠിച്ച അതേ സെയിം തന്നെ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡില് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചെയ്യുമ്പം ജനറൽ കേസിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ n × n+1/2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ n നാച്ചുറൽ നമ്പറിന്റെ തുക സമ്മ് n × n+1/2. ഇതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ n പകരം 1 കൊടുക്കാം, 2 കൊടുക്കാം, അങ്ങനെ ഏത് വാല്യൂ ഇട്ട് വേണേലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ജനറൽ ആയിട്ട് ചെയ്യുമ്പം ഓരോ പ്രാവശ്യം ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ജനറൽ കേസിൽ n ടൈംസിലുള്ള ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിന് ആകെ 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മളിപ്പോ എന്നിലുള്ളതാണെങ്കിൽ പോളിനോമിയൽ P(n), എക്സിലുള്ളതാണെങ്കിൽ P(x) നമ്മളൊരു പേര് കൊടുത്തിട്ട്. ഇൻഡക്ഷൻ മെത്തേഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നാച്ചുറൽ നമ്പറിന് മാത്രമേ ഇൻഡക്ഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 തൊട്ടുള്ള വാല്യൂസിന്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്. 1 തൊട്ടുള്ള വാല്യൂസിന് മാത്രമേ ഇൻഡക്ഷൻ മെത്തേഡ് ആപ്ലിക്കബിൾ ഉള്ളൂ. നെഗറ്റീവ് വാല്യൂസിന് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഫസ്റ്റ് വാല്യൂന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇൻഡക്ഷൻ മെത്തേഡിൽ n പകരം 1 ഇട്ട് കൊടുത്ത് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് ജനറൽ ആയിട്ട് ഇടയ്ക്കുള്ള ഏതേലും ഒരു പോയിന്റിനെ അസ്യൂം ചെയ്യണം, ശരിയാണെന്ന് എടുത്തിട്ട് അടുത്ത പോയിന്റ് പ്രൂവ് ചെയ്ത് കാണിക്കണം. 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വാല്യൂന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം, അതൊന്ന്. ഇടയ്ക്കുള്ള ഒരു പോയിന്റിന് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് തൊട്ടടുത്ത പോയിന്റിന് അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഈ 3 സ്റ്റെപ്സ് മാത്രമേ ഇൻഡക്ഷൻ മെത്തേഡിലുള്ളൂ. അതായത് ഒന്നുകൂടെ ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു പേര് കൊടുത്ത് ആദ്യം തരുന്ന ക്വസ്റ്റ്യന്, എന്നിട്ട് അതിലെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ n ഫസ്റ്റ് വാല്യൂ 1 ഇട്ട് കൊടുക്കണം. n പകരം 1 ഇട്ട് കൊടുക്കുമ്പം ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പം n ഉള്ള ടേം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോ ഇതാണ് വാല്യൂ n. ആ n 1 ഇട്ട് കൊടുത്തപ്പോ ലെഫ്റ്റ് സൈഡ് ആയി. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ n × n+1/2 ആണ്. ഇതാണ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് എടുക്കുമ്പോ n ഉള്ള ടേം മാത്രമേ എടുക്കാവുള്ളൂ. റൈറ്റ് എടുക്കുമ്പോൾ മൊത്തത്തിൽ ടേം എടുക്കണം, മൊത്തം എടുക്കണം. n 1 ഇട്ട് കൊടുക്കുമ്പം 1 × 1+1 2/2. 1 × 1+1 2/2. 2 ും 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ ആൻസർ 1. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫസ്റ്റ് വാല്യൂന് പ്രൂവ് ചെയ്തു. 1 വരണമെന്നല്ല, ലെഫ്റ്റിൽ എന്ത് കിട്ടുന്നോ അത് തന്നെ റൈറ്റ് സൈഡിലും കിട്ടണം. അപ്പം LHS = RHS. ലെഫ്റ്റ് റൈറ്റും ഫസ്റ്റ് വാല്യൂന് ട്രൂ ആയി. അപ്പൊ ഇതിനകത്ത് ഇൻഡക്ഷന്റെ പ്രത്യേകത, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇൻഡക്ഷൻ. ഇതിനകത്ത്
ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ എഴുതുന്നതെല്ലാം സെയിം ആണ്. ഫസ്റ്റ് വാല്യൂന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും therefore the result is true for n is equal to 1. റിസൾട്ട് ഫസ്റ്റ് വാല്യൂന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. n is equal to 1 ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 ചെയ്യുമ്പം ഫസ്റ്റിന് ഇത് ട്രൂ ആണ്. സ്റ്റെപ്പ് 2 ചെയ്യുമ്പം ഇടയ്ക്കുള്ള ഒരു പോയിന്റിന് ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് തൊട്ടടുത്ത പോയിന്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഈ തരുന്ന റിസൾട്ട് ഏതേലും ഒരു പോയിന്റിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അടുത്ത പോയിന്റിന് വേണം പ്രൂവ് ചെയ്ത് കാണിക്കാൻ. അപ്പൊ സ്റ്റെപ്പ് 2 നമ്മൾ എഴുതേണ്ടത് assume that the result is true. Assume that the result is true for n is equal to k. ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. അതായത് p of k is true. ഇത് അസ്യൂം ചെയ്യണം. ഇത് എന്നിന് k ഇട്ട് കൊടുക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പം എന്നിന് പകരം k ഇട്ട റിസൾട്ട് അതുപോലെ തന്നെ എഴുതണം. 1 + 2 + 3 + എക്സെട്ര + k എന്ന് പറഞ്ഞാൽ k × k + 1/2 ആണ്. ഇത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. then prove that n is equal to k + 1. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂന് പ്രൂവ് ചെയ്ത് കാണിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഒരു പോയിന്റിന് അസ്യൂം ചെയ്തിട്ട് തൊട്ടടുത്ത പോയിന്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 തൊട്ട് 100 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം ആണെങ്കിൽ 100 × 100 + 1/2. 1 തൊട്ട് 25 വരെയുള്ളതാണെങ്കിൽ 25 × 25 + 1/2. അപ്പൊ 1 തൊട്ട് k വരെയാണ് k × k + 1/2. അപ്പൊ 1 തൊട്ട് k + 1 വരെയാണ് ആൻസർ എന്ത് വരും? 1 തൊട്ട് k + 1 വരെയാണെങ്കിൽ എന്ത് ആൻസർ കിട്ടണം? 1 തൊട്ട് k വരെ ഉള്ളതിന്റെ സം ഇത്. 1 തൊട്ട് n വരെയാണെങ്കിൽ n × n + 1/2. 100 വരെയാണ് k യുടെ സ്ഥാനത്ത് 100. അപ്പൊ k + 1 വരെയാണെങ്കിൽ എന്ത് ആൻസർ കിട്ടണമെന്നൊന്ന് പറയാമോ? k + 1 വരെയാണെങ്കിൽ 1 തൊട്ട് k + 1 വരെയാണെങ്കിൽ എന്ത് ആൻസർ വരയണം? 26 ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയാം. 1 തൊട്ട് n വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം ആണ് പ്രൂവ് ചെയ്യുന്നത് n × n + 1/2. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഈ എന്നിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വന്നാലും ആ വാല്യൂ × ആ വാല്യൂ + 1/2 ആണ് ആൻസർ വരേണ്ടത്. അപ്പൊ 1 തൊട്ട് k വരെയാണെങ്കിൽ k × k + 1/2. 1 തൊട്ട് m വരെയാണ് m × m + 1/2. അപ്പൊ 1 തൊട്ട് k + 1 വരെ ആണെങ്കിൽ എന്ത് കിട്ടണം? ഇവിടെ k + 1 ആണ്. അപ്പൊ എന്ത് ആൻസർ വരണം? ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വരുന്ന ആ വാല്യൂ × ആ വാല്യൂ + 1/2 ആണ് ആൻസർ. അപ്പൊ k + 1 വരെ ആണെങ്കിൽ എന്ത് ആൻസർ കിട്ടണമെന്ന് പറയാമോ? k + 1 വരെ ആണെങ്കിൽ ആരുമില്ലേ? ഹർഷിത ഒന്ന് പറഞ്ഞേ. ഹർഷിത ആ അർജു പറഞ്ഞാമോ? k + 1 ആ ഇൻറ്റു k + 1 ആ + 1/2 വരില്ലേ? അത് കറക്റ്റ്. അതായത് k + 2 എഴുതാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ നമുക്ക് അതാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. എന്നിന്റെ ഇത്രയെല്ലാം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത്രയും ജനറൽ ആണ്. 1 ഇട്ട് കൊടുത്തു, k ഇട്ട് കൊടുത്ത് അസ്യൂം ചെയ്ത് വെച്ചിട്ട് അടുത്തതാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ എന്നിന് പകരം k + 1 ഇട്ട് കൊടുക്കുമ്പം ലെഫ്റ്റ്. അപ്പൊ നമുക്ക്
ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ചാൽ ആൻസർ നേരത്തെ അറിയാം, ആ ആൻസർ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇപ്പൊ പറഞ്ഞതുപോലെ k+1 ഇൻറ്റു കെ, ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് k+1 ഇൻറ്റു k+1+1/2 ആണ് കിട്ടേണ്ടത്. ആ ആൻസർ പ്രൂവ് ചെയ്ത് കാണിക്കണം, എടുത്തെഴുതുവല്ല. അപ്പൊ 1 തൊട്ട് എന്നിന് പകരം k+1 ഇട്ട് കൊടുക്കുമ്പം 1 + 2 + 3 + എക്സെട്ര പ്ലസ് k+1 ഇതുവരെയാണ് വാല്യൂ. അപ്പൊ ആൻസർ കിട്ടാൻ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു റിസൾട്ട് തന്നാലും അതിന്റെ തൊട്ടു പുറകിലത്തെ ടേം നമ്മൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. 3യെക്കാട്ടി 1 കുറവാണ് 2, 2വിനെക്കാട്ടി 1 കുറവാണ് 1. അപ്പൊ k+1നെക്കാട്ടി 1 കുറവാണ് ഈ വാല്യൂ. അപ്പൊ k+1 1 പോകുമ്പോ ആൻസർ k ആണ് ഈ ടേം വരിക. അത് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് എഴുതി. 1 + 2 + 3 + എക്സെട്ര പ്ലസ് k+1ന്റെ തൊട്ടു പുറകിലത്തെ ടേം k + k+1. ഇതിന്റെ ഈ ടേം ഒരിടത്തുനിന്ന് വന്നല്ല, ഇതിന്റെ തൊട്ടു പുറകിലത്തെ ടേം ഇവിടെ എക്സെട്ര ആണ്. ഒരുപാട് ടേം ഉണ്ട്, ആ ടേം എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്തെ ടേം k-1 ഇങ്ങനെയാണ് ഫോം പോകുന്നത്. അപ്പൊ 1 തൊട്ട് k വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ 1 തൊട്ട് k വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം ആണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. k ഇൻറ്റു k+1/2 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 1 തൊട്ട് k വരെയുള്ളതിന്റെ സം k ഇൻറ്റു k+1/2. 1 തൊട്ട് k വരെയുള്ളതിന്റെ സം k ഇൻറ്റു k+1/2 അവിടെ ഇട്ട് കൊടുത്തു. ബാക്കി മിച്ചം ഒരു k+1 ഇവിടെ ഉണ്ട്, k+1. അപ്പൊ ഇത് ബൈ 1 ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ k ഇൻറ്റു k+1 പ്ലസ് ഇത് ബൈ 1 ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു k+1/2. ഇത് ബൈ 1 ആകുമ്പോൾ 1 ഇൻറ്റു k ഇൻറ്റു k+1 പ്ലസ് 2 ഇൻറ്റു k+1/2. ബ്രാക്കറ്റ് മാറ്റി ഓപ്പൺ ചെയ്ത് കൺഫ്യൂഷൻ ആക്കണ്ട. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വെളിയിലെടുത്തു. ഇവിടെ ഒരു k+1 ഉണ്ട്, ഇവിടെ ഒരു k+1 ഉണ്ട്, അത് കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ബാക്കി മിച്ചം ഈ k+1 വെളിയിൽ വന്നപ്പോ ബാക്കി മിച്ചം ഇവിടെ k പ്ലസ് ഈ k+1 വെളിയിലെടുത്തപ്പോ k+2/2. അപ്പൊ നമ്മളെ പറഞ്ഞ ആൻസർ ആയി k+1 ഇൻറ്റു k+1+1 k+2/2. ആ ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ പറയും therefore p of k+1 is true. p of k+1 ട്രൂ ആണ്. അത് n-ന് പകരം k+1 ഇട്ട് കൊടുത്തപ്പോ ട്രൂ ആയിട്ട് കിട്ടി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് n-ന് 1 ഇട്ട് കൊടുത്ത് പ്രൂവ് ചെയ്തു, kക്ക് അസ്യൂം ചെയ്തിട്ട് തൊട്ടടുത്ത പോയിന്റിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ k+1ന്റെ വാല്യൂ നമുക്കറിയാം. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the result is true for all natural numbers. Result is true for all natural numbers. റിസൾട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് എഴുതി വെക്കണം. എന്നിട്ട് സ്റ്റേറ്റ്മെന്റും എടുത്തെഴുതുക. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിൽ പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ 2 എണ്ണം ചെയ്യാം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേക്കുന്ന ബുക്കുകളാണ്. .com പബ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അതിലുള്ളത്. യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് show that 1 square plus 2 square plus 3 square plus etc plus n square is equal to n into
n+1 into 2n+1 by 6. രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യന് അതേപോലെ തന്നെ വന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡക്ഷൻ മെത്തേഡ് അനുസരിച്ച് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്റെ സം, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണ് ഇപ്പൊ ചെയ്തത്, അതിന്റെ സ്ക്വയറിന്റെ സം n into n+1 into 2n+1 by 6 ആണെന്ന് പ്രൂവ് ചെയ്യണം. തരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് അതുപോലെ തന്നെ പേര് കൊടുക്കുക. ഇതിൽ തന്നെയല്ല, നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് എഴുതുമ്പോ അത് എടുത്തെഴുതണം. ലെറ്റ് പി ഓഫ് എൻ, എന്നിന്റെ വാല്യൂ എല്ലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്നിന് പി ഓഫ് എന്നിൽ അത് പേര് കൊടുത്തു. പിന്നെ സ്റ്റെപ്പ് 1 എഴുതണം. സ്റ്റെപ്പ് 1 എന്നിന് 1 ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് വാല്യൂന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം n ഉള്ള ടേം എഴുതണം, n². ലെഫ്റ്റ് സൈഡിൽ n² ആണ്. അപ്പൊ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പം വാല്യൂ 1² എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 1² ആൻസർ 1. RHS ചെയ്യുമ്പം n into n+1 into 2n+1 by 6. റൈറ്റ് സൈഡ് ഫുൾ എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ n ഉള്ള ടേം മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് 1 ഇട്ട് പറഞ്ഞേ, എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് പറഞ്ഞേ, 1 into 1 plus 1 2 into 2 into 1. 2 into 1, 2 plus 1, 3. Correct. By 6. 2 into 3, 6. 6 by 6, 1 ആണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും സെയിം ആയി. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും 1 വന്നാൽ എല്ലാ ആൻസറും 1 വരുമെന്നല്ല. ഇതിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും സെയിം ആയി. അപ്പൊ LHS is equal to RHS. Therefore, P of 1 is true. അല്ല, നമ്മൾ പറയും therefore the result is true for n is equal to 1. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 ഈ തന്നിരിക്കുന്ന റിസൾട്ട് ഒരു പോയിന്റിന് സെയിം ആണെന്ന് അസ്യൂം ചെയ്യണം. ഈ തന്നിരിക്കുന്ന റിസൾട്ട് ഈ 1 തൊട്ട് n² വരെ ഉള്ളത് എന്നിന് പകരം വേറെ ഏതേലും ഒരു പോയിന്റിന് ഇത് ശരിയാണെന്ന് എടുത്തിട്ട് തൊട്ടടുത്ത പോയിന്റിന് ആ റിസൾട്ട് ആ തരുന്ന അസ്യൂം ചെയ്തത് വെച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. ഇപ്പൊ സ്റ്റെപ്പ് 2 നമ്മൾ എഴുതും, assume that the result is true for n is equal to k. എന്നിന് പകരം k ഇട്ട റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. P of k is true. എന്നിന് പകരം k ഇട്ട റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ എടുത്തെഴുതുക, അസ്യൂം ചെയ്ത് വെക്കുവാണ്. അവിടെ വേറെ ഒരു മിസ്റ്റേക്കും വരത്തില്ല. എന്നിന് പകരം k ഇട്ട റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തപ്പം 1² plus 2² plus 3² plus etc plus k² is equal to, എന്നിന്റെ സ്ഥാനത്ത് k ഇട്ട് കൊടുക്കുമ്പം k into k+1 into 2k+1 by 6. k into k+1 into 2k+1 by 6. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്തു. ഇനി പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് എന്നിന് പകരം k+1 ഇട്ട് കൊടുക്കുമ്പം ഈ റിസൾട്ട് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അതാണ് മെയിൻ സ്റ്റെപ്പ്. 1 തൊട്ട് n വരെയാണെങ്കിൽ n into n+1 into 2n+1 by 6 ആണ്. 1 തൊട്ട് 100 വരെയാണ് 100 into 100+1 into 2 into 100+1 by 6. അപ്പൊ 1 തൊട്ട് k+1 വരെയാണ് എന്ത് ആൻസർ വരും? k+1 വരെയാണെങ്കിൽ എന്ത് ആൻസർ വരുമെന്നൊന്ന് പറയാമോ? ഏത് ആൻസറിൽ എത്തുമെന്ന്? എന്നിന്റെ സ്ഥാനത്ത് k+1 ഇട്ട് പറഞ്ഞ് ഇവിടെ 1 തൊട്ട്
n വരെയാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണ്. അപ്പൊ ഒന്നോട്ട് m വരെയാണ് n-ന്റെ സ്ഥാനത്തെല്ലാം m ആവും. ഒന്നോട്ട് 1000 ആണ് n-ന്റെ സ്ഥാനത്തെല്ലാം 1000 ആവും. അപ്പൊ ഒന്നോട്ട് k+1 വരെ ആണെങ്കിൽ എന്ത് ആൻസർ കിട്ടണമെന്നൊന്ന് പറയാമോ? k+1 വരെ ആണെങ്കിൽ അവിനാശ് പറയാവോ? k+1 ഇൻറ്റു ശരിയാ k+1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ k+1 2 ഇൻറ്റു k+1 പ്ലസ് 1/6 k+1 ഇൻറ്റു k+1 പ്ലസ് 1 k+2 ഇൻറ്റു 2 ഇൻറ്റു k+1 പ്ലസ് 1/6 ഈ ആൻസർ കിട്ടണം. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ k+1 ഇൻറ്റു k+2 ഇൻറ്റു 2 ഇൻറ്റു k 2k പ്ലസ് 2 ഇൻറ്റു 1 2 2 പ്ലസ് 1 3/6 ഈ ആൻസറിൽ കൊണ്ടുവന്ന് എത്തിക്കണം. k+1 ഇൻറ്റു k+2 ഇൻറ്റു 2k പ്ലസ് 2 പ്ലസ് 1 2k പ്ലസ് 3/6 ഇതിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ n-ന് പകരം k+1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പം p ഓഫ് k+1 എന്ന് പറഞ്ഞാൽ 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് k+1 ഹോൾ സ്ക്വയർ ഇതിട്ട് കൊടുക്കുമ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതില് എല്ലാ സ്ക്വയർ ആണ്. ഓരോ ടേമും തൊട്ട് ഇതിൽ തമ്മിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒന്ന് വീതം കുറവാണ് പുറകോട്ട്. k+1 ന്ന് 1 കുറഞ്ഞപ്പോ k ആണ് ഇവിടെ വരിക. അതായത് 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് k+1 ന്ന് 1 പോയപ്പം k² പ്ലസ് k+1 ഹോൾ സ്ക്വയർ ഇത്രയാണ് അവിടുത്തെ വാല്യൂ. എല്ലാത്തിന്റെ സ്ക്വയർ തൊട്ട് പുറകിലത്തെ ടേം മുമ്പിലത്തെക്കാട്ടി 1 കുറവ് അങ്ങനെ കണക്ട് ചെയ്തു. ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതിന്റെ സം ഓൾറെഡി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇട്ട് കൊടുക്കണം. k ഇൻറ്റു ഇവിടം തൊട്ട് k² വരെ ഉള്ളതിന്റെ സം അവിടെ ഉണ്ട്. k ഇൻറ്റു k+1 ഇൻറ്റു 2k പ്ലസ് 1/6 ആണ് പ്ലസ് k+1 ഹോൾ സ്ക്വയർ. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതിന്റെ സം ആണ് കൊടുത്തത് പ്ലസ് k+1 ഹോൾ സ്ക്വയർ ബൈ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. k ഇൻറ്റു k+1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു k+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസിന് ഇപ്പുറത്തോട്ട് ഒരു ടേമും പ്ലസ് കഴിഞ്ഞ് വേറൊരു ടേമും രണ്ടും കോമൺ ആയിട്ടുള്ളത് വെളിയിൽ കൊടുക്കണം. കോമൺ ആയിട്ടുള്ളത് വെളിയിൽ കൊടുക്കുമ്പം k+1 കോമൺ ആണ്, വെളിയിൽ കൊടുത്തു. ബാക്കി മിച്ചം k+1 ഇവിടുന്ന് എടുത്തപ്പോ മിച്ചം k ഇൻറ്റു 2k പ്ലസ് 1 k ഇൻറ്റു 2k 2k² പ്ലസ് k ഇൻറ്റു 1 k പ്ലസ് ഇവിടെ ഒരു k+1 വെളിയിൽ വന്നു. ബാക്കി ഒരു k+1 ഉണ്ട്. അപ്പൊ 6 ഇൻറ്റു k പ്ലസ് 6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 6. അപ്പൊ ഇതില് ഈ k+1 ഇൻറ്റു 2k² k പ്ലസ് 6k 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6 ഇത്രയും വരെ ഓക്കെ. ഇത്രയും വരെ എഴുതിയതിനു ശേഷം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സൈഡിൽ ഫാക്ടറൈസ് ചെയ്യണം. 2k² പ്ലസ് 7k പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അത് ഫാക്ടറൈസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2 ഇട്ട് ചെയ്യണം. അപ്പൊ kക്ക് 2 വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ ആ kയുടെ വാല്യൂ ഒന്ന് -2 കിട്ടും, വേറൊരെണ്ണം -3/2 എന്നാണ് കിട്ടുക. -3/2. ഇതാണ് വാല്യൂസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയും. റൂട്ട്സ് അല്ലെങ്കിൽ വാല്യൂസ്.
ഈ വാല്യൂ റൈറ്റ് സൈഡിലെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോ അതിന് പറയുന്ന പേരാണ് ഫാക്ടർ. അപ്പൊ -2 ഇപ്പുറത്ത് വരുമ്പം +2. ഇപ്പൊ k+2 = 0 വരും. ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പം +3/2 = 0. 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2k + 3 ഡിവൈഡഡ് ബൈ 2. ആ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 × 0. ഇതൊരു ഫാക്ടർ, ഇത് വേറൊരു ഫാക്ടർ. ഇതാണ് ഘടകങ്ങൾ അല്ലെ ഫാക്ടർ. അപ്പൊ ഈ കേസിൽ 2k² + 7k + 6 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫാക്ടറിന്റെയും പ്രോഡക്റ്റ് ആണ്. k+2 × 2k + 3 പ്രോഡക്റ്റ് ആണ്. നമ്മൾ 4ന് പകരം 3+1 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക്കിന് പകരം രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നു, സെയിം തന്നെ. അപ്പൊ ഈ വാല്യൂ k+1 × ഈ ക്വാഡ്രാറ്റിക് സ്പ്ലിറ്റ് ചെയ്തപ്പോ രണ്ട് ഫാക്ടേഴ്സ് ആയി. k+2 × 2k + 3 ഡിവൈഡഡ് ബൈ 6. അപ്പൊ kക്ക് പകരം n-ന് പകരം k+1 ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ആ പറഞ്ഞ ആൻസർ k+1 × k+2 × 2k + 3/6 എന്ന് പറയുന്ന ആൻസറിൽ എത്തിച്ചേർന്നെങ്കിൽ therefore p of k+1 is true എന്ന് പറയാം. p of k+1 is true. അപ്പൊ n-ന് പകരം k+1 ഇട്ട് കൊടുക്കുമ്പോ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടി. ബാക്കി മറ്റേ ഇതുപോലെ തന്നെ എഴുതണം. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the result is true for induction. The result is true for all natural numbers അല്ലെങ്കിൽ all positive integers. True for all natural numbers അല്ലെങ്കിൽ all positive integers എന്ന് എഴുതണം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുമ്പോൾ ഒരു ജനറൽ റിസൾട്ട് ആയിരിക്കണം. ആ ജനറൽ റിസൾട്ടിൽ ഫസ്റ്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം, ഇടയ്ക്കുള്ള ഒരു പോയിന്റിനെ അസ്യൂം ചെയ്തിട്ട് അടുത്ത പോയിന്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇത്രയുള്ള അതിലെ മെയിൻ പോയിന്റ്സ്. അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതില് k+1 ഇട്ട് കൊടുക്കുമ്പോ എന്താണോ ആൻസർ കിട്ടേണ്ടത് ആ ആൻസർ മുൻകൂട്ടി നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിൽ എത്തിച്ചേരുക. അപ്പൊ അത് k+1-നും പ്രൂവ് ചെയ്തെങ്കിൽ ഇൻഡക്ഷന്റെ മെത്തേഡ് അനുസരിച്ച് എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സിനും ഇത് ട്രൂ ആണെന്ന് പറയാം. അങ്ങനെയാണ് റിസൾട്ട്. ഡൗട്ട്സ് ഉണ്ടേ പറഞ്ഞേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലെ സംശയം ഉണ്ടെങ്കിൽ പറയും. ആൻസർ പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടേ പറഞ്ഞേ. ഇപ്പൊ ചെയ്തതിന്റെ മുമ്പത്തെ ഫസ്റ്റ് പേജ് ഒന്ന് കാണിക്കും. ഇത് അതിൽ എന്തെങ്കിലും ഡൗട്ട്? അതിൽ ആ സെക്കൻഡ് ലൈൻ k+1 ഹോൾ സ്ക്വയർ കഴിഞ്ഞിട്ട് വരുന്ന ലൈനിലെ k² എങ്ങനെയാവുന്നത്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ വരെ ഓക്കെ അല്ലേ? ഈ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു, k+1 ഹോൾ സ്ക്വയർ. അതല്ല മിസ്, അതിന് മുകളിലത്തെ സെക്കൻഡ് ലൈനേ. ഓക്കെ. ഇതിനകത്ത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റിന് അവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുത്താൽ മാത്രമേ അടുത്ത പോയിന്റിന് കിട്ടുള്ളൂ. അതുകൊണ്ട് 1² തൊട്ട് k² വരെയുള്ള സമ്മിന്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതാണെങ്കിൽ മാത്രമേ ഈ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുമ്പം k+1 ഹോൾ സ്ക്വയർ വരെ അവിടെയുള്ള റിസൾട്ടിനകത്ത് ഇവിടെ കുറെ എക്സിട്രയാണ് പോയിരിക്കുന്നത്. കുറെ ടേംസ് ഇവിടെ വരും. ഈ ആദ്യത്തെ കുറച്ച് ടേംസ് നോക്കുമ്പോ അത് ഓരോ വാല്യൂ കുറവാണ്. 3-നേക്കാട്ടിൽ 1 കുറവാണ് 2, 2-നേക്കാട്ടിൽ 1 കുറവാണ് 1. ഇങ്ങനെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഒരു ടേമിന്റെ തൊട്ടു പുറകിലത്തെ ടേം കാണാൻ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോ 3-ന്ന് 1 പോയപ്പോ 2,
2ൽ 1 പോയപ്പോ 1. അപ്പൊ k+1 1 പോകുമ്പം k ആണ് വരിക. ആ ടേം അങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സ്ക്വയർ ആയതുകൊണ്ട് kക്കും സ്ക്വയർ കൊടുത്തു. തൊട്ടിപ്പുറത്തെ ടേം k-1 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതിന്റെ സം എഴുതാൻ വേണ്ടി മാത്രം k² അവിടെ എഴുതി ചേർത്തന്നേ ഉള്ളൂ. ആ സീക്വൻസിനകത്തുള്ള സീരീസ് പ്ലസ് ഇട്ട് എഴുതുന്നതിന്റെ പേര് സീരീസ് എന്നാണ്. സീരീസിനകത്തുള്ള ടേം തന്നെയാണ് തൊട്ടു പുറകിലത്തെ ടേം എഴുതിയത്. മുൻപിലത്തെ ടേമിനെക്കാട്ടി 1 കുറവായിരിക്കും പുറകിലത്തെ ടേം. അപ്പൊ k+1 1 കുറവാണിത്. k+1 1 കുറയ്ക്കുമ്പം k ആണ് വരേണ്ടത്. അങ്ങനെയാണ് അവിടെ k² വന്നത്. ഓക്കെ ആണോ? വാല്യൂ വന്നത് k² വന്നത്. ഓക്കെ മിസ്. ഈ വാല്യൂ ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതിന്റെ സമ്മ് എഴുതാൻ വേണ്ടി മാത്രമാണ് അവിടെ അത്രയും കൊടുത്തത്. അപ്പൊ ഇത്രയും ആണ്. ബാക്കി ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മൾ അത് ഇട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്ത് ആൻസറിൽ എത്തിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. വേറെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തരാം. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എഴുതണേ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2 the whole square. n ഇൻറ്റു n+1/2 the whole square. ഇത് ചെയ്ത് കാണിക്കണം. n ഇൻറ്റു n+1/2 the whole square ചെയ്ത് നോക്കണം. കിട്ടിയില്ല അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല വേണ്ട, ഇതങ്ങോട്ട് ഇപ്പൊ ചെയ്തേ. അതൊരു 2-3-4 പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ. ചിലപ്പം അന്ന് സമയം കിട്ടിയില്ലേ. ഒരു പേര് കൊടുക്കണം. ലെറ്റ് പി ഓഫ് എൻ. അതിനൊരു പേര് കൊടുത്ത് എന്നിലുള്ളതായതുകൊണ്ടാണ് പി ഓഫ് എൻ എന്ന് കൊടുത്തത്. എക്സിലാണ് പി ഓഫ് എക്സ്, പോളിനോമിയൽ ഓഫ് എക്സ് എന്നാണ്. സ്റ്റെപ്പ് 1 എഴുതുമ്പം LHS എഴുതുമ്പം എന്നിന് 1 ഇട്ട് കൊടുത്തു. പറഞ്ഞേ LHS പറഞ്ഞേ. ലെഫ്റ്റ് സൈഡ് എന്നിന് 1 ഇട്ട് കൊടുത്തു പറ. ലെഫ്റ്റില് n ഉള്ളടത്ത് n ക്യൂബ് അല്ലേ? കറക്റ്റ്. n ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ക്യൂബ് ഇസ് ഈക്വൽ ടു 1. റൈറ്റ് സൈഡ് മൊത്തം എടുക്കണം. n ഇൻറ്റു n+1/2 the whole square. എന്നിന് 1 ഇട്ട് പറ. 1 ഇൻറ്റു എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോ 1 ഇൻറ്റു 2 ബൈ 2 the whole square. 2 കൂടെ വെട്ടിപ്പോയി. 1 സ്ക്വയർ എന്ന് പറഞ്ഞ ആൻസർ 1 തന്നെ. അപ്പൊ എന്നിന് 1 ഇട്ട് കൊടുത്തപ്പോ ലെഫ്റ്റ് റൈറ്റും സെയിം ആയി. അപ്പൊ നമ്മൾ എഴുതണം LHS is equal to RHS. Therefore P of 1 is true. P of 1 is true. എന്നിന് പകരം 1 ഇട്ട് കൊടുത്തപ്പം റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. Therefore P of 1 is true. സ്റ്റെപ്പ് 2 അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് the result is true for assume that the result is true for n is equal to k. Assume that the result is true for n is equal to k, comma p of k is true. എന്നിന് പകരം k ഇട്ട് കൊടുക്കുമ്പോ റിസൾട്ട് ട്രൂ ആണെന്ന് എഴുതണം. അപ്പൊ n-ന് പകരം k ഇട്ട് കൊടുക്കണം. p of k. എന്നിന് പകരം k ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. p of k. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ് ഈസ് ഈക്വൽ ടു എന്നിന് പകരം k ഇട്ട് കൊടുത്ത് എഴുതണം. k ഇൻറ്റു k+1/2 the whole square
ഇത്രയാണ് ഇട്ടു കൊടുക്കാൻ അസ്യൂം ചെയ്തത്. ദെൻ പ്രൂവ് ദാറ്റ് n is equal to k plus 1. എന്നിന് പകരം k plus 1 ഇട്ടു കൊടുക്കണം. അപ്പൊ ഇത് നോക്കി പറഞ്ഞ് n ആണെങ്കിൽ n into n plus 1 by 2 the whole square. 100 ആണ് 100 into 100 plus 1 by 2 the whole square. അപ്പൊ k plus 1 ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, k plus 1 ആണെങ്കിൽ ഇപ്പൊ പഠിച്ചതുപോലെ പറ. k plus 1 വന്നാൽ എന്ത് ആൻസർ കിട്ടും? k plus 1 into k plus 1 into ശരിയാ പറ. ഇവിടെ k plus 1 2 പ്ലസ് 1 plus 1 in plus 1 വരില്ലേ? അത് ആ. plus 2 എഴുതിയാ പോരെ? k plus 2 എന്ന് എഴുതിയാ. k plus 2 by 2 the whole square. അതായത് ശരിയാ പറഞ്ഞത്. k plus 1 വന്നാൽ k plus 1 into k plus 1 plus 1, അതായത് k plus 2 by 2 the whole square എന്ന് വരണം. ഹോൾ സ്ക്വയർ ഈ ആൻസർ വരണം. k plus 1 into k plus 2 by 2 the whole square. അപ്പൊ അത് ചെയ്യാൻ നമ്മള് എന്നിന് പകരം k plus 1 ഇവിടെ ഇട്ടു കൊടുത്തു. p of k plus 1 ഇട്ടു കൊടുത്തപ്പം 1 cube plus 2 cube plus 3 cube plus etc plus k plus 1 the whole cube എഴുതി. 1 cube plus 2 cube plus etc plus k plus 1 the whole cube. അപ്പൊ ഇവിടെ നോക്കിയപ്പം ഇതിൽ ഏത് ടേം വന്നാലും ക്യൂബ് ആണ് വരുന്നത്. അവിടെ നോക്കിയപ്പോ ഇതുപോലെ തൊട്ട് മുമ്പിലത്തെ ടേമിനെക്കാട്ടിൽ 1 കുറവാണ് പുറകിലത്തെ ടേം. അപ്പൊ അസ്യൂം ചെയ്തത് ഇട്ടു കൊടുക്കാൻ വേണ്ടി മാത്രം k plus 1-നെക്കാട്ടി 1 കുറവ് k അവിടെ കൊടുത്തു. 1 cube plus 2 cube plus 3 cube plus etc plus ഈ k plus 1-ന്ന് 1 കുറഞ്ഞപ്പോ k ആയി k cube plus k plus 1 the whole cube അവിടെ എഴുതി. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതിന്റെ സമ്മ് 1 ക്യൂബ് തൊട്ട് k ക്യൂബ് വരെയുള്ളതിന്റെ സമ്മ് ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. k into k plus 1 by 2 the whole square. അത് നമ്മൾ അവിടെ ഇട്ടു കൊടുക്കണം. k into k plus 1 by 2 the whole square അവിടെ ഇട്ടു കൊടുത്തു. പ്ലസ് k plus 1 the whole cube ഇത്ര അവിടെ കൊടുത്തു. k into k plus 1 by 2 the whole square plus k plus 1 the whole cube. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, a by b the whole square എന്ന് പറഞ്ഞാൽ a square by b square ആണ്. ക്യൂബ് വന്നാൽ a cube by b cube. a b the whole square എന്ന് പറഞ്ഞാൽ a square into b square ആണ്. സ്ക്വയർ വന്നാല് മൊത്തത്തിൽ ഓരോന്നിനും കൊടുക്കണം, ബൈ വന്നാലും കൊടുക്കണം. ഇവിടെ അതുപോലെ തന്നെ ന്യൂമറേറ്ററിന് സ്ക്വയർ ഉണ്ട്. k into k plus 1 the whole square by 2 square. 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ kയുടെ സ്ക്വയർ k square into k plus 1 the whole square by 2-ന്റെ സ്ക്വയർ 4 പ്ലസ് k plus 1 the whole cube by 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം k square into k plus 1 the whole square plus 4 into k plus 1 the whole cube divided by 4. രണ്ട് ടേം ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വെളിയിലോട്ട് എടുക്കാം. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് പറഞ്ഞ് ഈ പ്ലസിന് ഇപ്പുറത്ത് ഒരെണ്ണം, പ്ലസ് കഴിഞ്ഞ് വേറൊരെണ്ണം. കോമൺ പറ. പൊതുവായിട്ട് വരുന്ന രണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതൊക്കെയാ? അപ്പുറം ഇപ്പുറം ഉള്ളത്. ഇവിടെ k സ്ക്വയർ ഇവിടെ ഇല്ലല്ലോ. ഈ പ്ലസിന്റെ ഇപ്പുറത്ത് ഒരു ടേം, പ്ലസ് കഴിഞ്ഞ് വേറൊരു ടേം. ഇവിടെ k plus 1 the whole square ഉണ്ട്, ഇവിടെ k plus 1 the whole cube ഉണ്ട്. അപ്പൊ k plus 1 the whole square വെളിയിൽ കൊടുത്തു. മിച്ചം